ബാംഗ്ലൂരിൻ്റെ നഗരവീഥികളിൽ സ്വാതന്ത്ര്യദിനം എങ്ങനെ ആഘോഷിക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ഞാനും ആദർശും രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങി. പൊതുവേ നമ്മളെ നാട്ടിൽ കാണുന്നതിലും കൂടുതൽ കൊടികളും കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് രാവിലെ തന്നെ കാണാൻ പറ്റി. പിന്നെ ഇതിനടുത്തുള്ളൊരു സ്കൂളിൽ നല്ല ഒച്ചത്തിൽ നമ്മുടെ ദേശീയമായിട്ടുള്ള എന്തെല്ലോ സോങ്ങും വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കണ്ടോ, ഇവിടെ ഓരോ ഷോപ്പിൻ്റെ മുന്നിലും ഇങ്ങനെ കൊടികളും പിന്നെ കോലങ്ങളും ഇട്ടിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല വർണ്ണശബളമായ കോലങ്ങൾ. പിന്നെ മുന്നോട്ട് പോകുന്നതോറും നമുക്ക് ഓരോ മുക്കിലും മൂലക്കുമായിട്ട് ഈ കാഴ്ചകൾ കാണാൻ പറ്റും. ഇതിലുപരിയും ആൾക്കാരുടെ മുഖത്ത് വരെ വരച്ചിട്ട് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പിന്നെ എങ്ങോട്ടേക്കാണ് പോവാമെന്ന് ചിന്തിച്ചോ, ഉടനടി തന്നെ ഉത്തരം കിട്ടി. യെല്ലോ ലൈൻ മെട്രോ, അതായത് മിനിഞ്ഞാന്ന് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ബൊമ്മസാന്ദ്ര വരെയുള്ള യെല്ലോ ലൈൻ മെട്രോയിലോട്ടേക്ക് കയറാനായി. നമ്മൾ സാധാരണ മെട്രോയിലെല്ലാം ഒരുപാട് കയറിയിട്ടുണ്ട്, എന്നാലും ഇത് ബൊമ്മസാന്ദ്ര വരെ എത്തി നിൽക്കുമ്പോൾ പിന്നെ അതിൽ കയറിയിട്ടില്ലെങ്കിൽ അതൊരു ഇതല്ലേന്ന് വെച്ച് ഞാൻ മുന്നേ നടന്നു. മെട്രോൻ്റെ ഉള്ളിലൊന്നും നേർക്ക് ഫോൺ അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല. ഇവിടെ നിന്ന് എന്തായാലും കുറേ ആൾ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അത്രമാത്രം എടുത്ത് പിന്നെ സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് മെട്രോൻ്റെ അകത്ത് കയറി. സാധാരണ മെട്രോ പോലെ തന്നെ ഇവിടെ പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, ഒന്നാമത് വെള്ളിയാഴ്ചയല്ലേ, എല്ലാവരും എങ്ങോട്ടേക്കെങ്കിലും പോകാനുള്ള ഒരു തിരക്കായിരിക്കും. പൊതുവേ ശനിയും ഞായറെല്ലാം ലീവ് ഉണ്ടാവും. നേർക്ക് പറഞ്ഞാൽ ഈ മെട്രോൻ്റെ ഉള്ളിൽ കയറി പുറത്തോട്ടേക്ക് നോക്കുമ്പോൾ നമ്മളൊരു എയ്റോപ്ലെയിനിലെല്ലാം ഇങ്ങനെ പോകുന്ന പോലെ തോന്നി. എന്ന് വെച്ച് ഞാനിതുവരെ പ്ലെയിനിലൊന്നും കയറിയിട്ടില്ല, അതിൻ്റെ ഒരു അഹങ്കാരമൊന്നും എനിക്കില്ല. എന്നാലും നമ്മൾ ഫോട്ടോസും വീഡിയോസെല്ലാം കണ്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതുപോലെ തോന്നി. ഒരു നല്ലൊരു സംഭവം തന്നെയാണ്. പക്ഷെ നമുക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണ്. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇതിൽ. എന്നാലും അത്യാവശ്യം സ്റ്റാൻഡേർഡാണ്. അപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള ആളെ ഇപ്പോൾ പ്രസൻറ്റ് ചെയ്യലാണ്. ആൾക്ക് വീഡിയോന് മുന്നിൽ വരാൻ അത്ര വലിയ താല്പര്യമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഞാനത് വേഗം മാറ്റി. പിന്നെ നമ്മൾ പുറത്തോട്ട് നല്ല ബാംഗ്ലൂരിൻ്റെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ, ബാംഗ്ലൂരിന് 2 വശമുണ്ട്, അതിൻ്റെ മനോഹരമായ കാഴ്ചകൾ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ആദ്യമെല്ലാം എനിക്കിങ്ങനെ വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. ഒപ്പരുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെ നോക്കുമല്ലോ എന്ന് വെച്ചിട്ട്. ഇപ്പം തന്നെ ഇതിൻ്റെ താഴെയുള്ള ഒരു കുട്ടി ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു പോട്ട് മതി, ഞാൻ കാണുന്നത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന്. പിന്നെ ആ മെട്രോ എല്ലാം ഇറങ്ങിയതിന് ശേഷം വിജൃംഭിച്ച എസ്കലേറ്റർ ഉണ്ടായിരുന്നു, അതിൽ കയറി എന്നിട്ട് പുറത്തോട്ട് പോയി. ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബാക്കിൽ ഇല്ലേന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അഥവാ പോയാൽ പിന്നെ പരതി പിടിക്കണ്ടേന്ന് വെച്ചിട്ടായിരിക്കും. പിന്നെ നമ്മൾ പുറത്തോട്ടേക്ക് പോയി. ഇവിടെ വീണ്ടും സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ഇങ്ങനെ കൊടിയെല്ലാം ഉയർത്തി, നമ്മുടെ മെട്രോ സ്റ്റേഷന് മുന്നിൽ തന്നെയാണിത്. ഇങ്ങനെ വലിയ സംഭവം ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലില്ലാത്തതിനേക്കാളും വലിയ കോലങ്ങൾ വരക്കുന്നതാണ് ഇവിടെ പ്രത്യേകത. ഇവിടെ എന്താഘോഷം ഉണ്ടെങ്കിലും ഇവർ കോലത്തിൻ്റെ മുകളിലാണ് ഇതെല്ലാം കയറുക. പിന്നെ രാജ്യസ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിനേക്കാളും കൂടുതൽ ഇവർ പ്രകടിപ്പിച്ച് കാണിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ വഴിയെ പറയാം, ഇവർ വഴിയിൽ പോകുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ എന്താണ് കാരണം എന്ന്. നമ്മളെ നാട്ടിലൊന്നും വണ്ടിയിൽ ഇത്ര വലിയ കൊടിയൊന്നും എടുത്ത് പോകുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല. ഇവിടുത്തെ ഓട്ടോ ചേട്ടന്മാരെല്ലാം മത്സരിക്കലാണ് ആർക്കാ രാജ്യസ്നേഹം കൂടുതലെന്ന് കാണിക്കാൻ. എല്ലാ ഭൂരിഭാഗം ഓട്ടോൻ്റെ മുകളിലും, ഓട്ടോ അല്ല ഊബർ ഓട്ടോ ആണല്ലോ ഇവിടെ, അതിൻ്റെ മുകളിലൊക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഇവർക്ക് കുറച്ച് അധികമാണെന്ന്. പക്ഷേ എങ്കിൽ ഇതെന്തോ കൊടി വെക്കുന്ന സ്ഥലമായിട്ടാണ്, അവിടെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഡ്രസ്സെല്ലാം ഉണ്ട്, നമുക്ക് അത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഓഗസ്റ്റ് 15 ആകുമ്പോൾ സാധാരണ കുട്ടികളെ ഉടുപ്പെല്ലാം ഉണ്ടാവുമല്ലോ, ഓറഞ്ചും പച്ചയും വെള്ളയെല്ലാം കളറിൽ. ശരിക്കും ഇതെല്ലാം ആരെങ്കിലും വാങ്ങുമെന്ന് ഞാൻ ആലോചിക്കലുണ്ട്. കാരണം ഒരു ദിവസം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കൊല്ലമല്ലേ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷേ എങ്കിൽ അതിട്ടിട്ടുള്ള കുറേ ആൾക്കാരെ കണ്ടാൽ എൻ്റെ ആ സംശയവും മാറി. പിന്നെ നമ്മളൊരു സ്ട്രീറ്റിലോട്ട് പോയി, നല്ല വർണ്ണശബളമായ മറ്റൊരു സ്ട്രീറ്റ്. ഇതിനിടയിൽ ഒരു ചെക്കൻ അതിനകത്ത് തന്നെ ഇവളെ ഏതാണെന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ടായിരുന്നു. എനിക്കതൊന്നും വലിയ കാര്യമല്ല, ഞാൻ പിന്നെയും മുന്നോട്ടേക്ക് തന്നെ പോയി. ഇവിടെയുള്ള ആൾക്കാരെല്ലാം നമ്മൾ സാധാരണ സ്കൂളിൽ നിന്നെല്ലാം പായസം കൊടുക്കുന്ന പോലെ ഓരോ മൂലക്കുന്ന് കൊടി ഉയർത്തിയിട്ട് പായസം കൊടുക്കുന്ന ഒരു സംഭവം ഞാൻ കണ്ടു. നമ്മുടെ നാട്ടിലെല്ലാം അങ്ങനെ വായനശാലയിൽ നിന്നെല്ലാം ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും അത് അപൂർവമാണ്. ഈടെ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ കാണാൻ പറ്റും. പിന്നെയുള്ളതാണ് ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നത്. അതായത് ഇവിടെ ഒരു വലിയ കൊടി വെച്ചിട്ടുണ്ട്, ഏതാ കൊടി, നല്ല കാറ്റത്തതിങ്ങനെ പാറുന്ന കാണണം. അപ്പോൾ എന്നിട്ടിങ്ങനെ ഭക്ഷണം കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാനും പോയി ക്യൂവിൽ നിന്നാലോ എന്ന് വിചാരിച്ചിന്. പിന്നെ നമുക്കറിയാലോ ഇവരെല്ലാം എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന് ഏകദേശം നമുക്ക് ഊഹിക്കാമല്ലോ. പിന്നെ ഞാൻ വിചാരിച്ചു ആ സ്ട്രീറ്റിൽ നിന്ന് വേണ്ട മതി എന്ന് വരച്ചിട്ട് മുന്നോട്ട് തന്നെ നടന്നു. ഒന്നാമതെന്നാൽ വലിയ വൃത്തിയൊന്നും ഉണ്ടാവില്ല ഇവിടെ. പിന്നെ ഈ ചേച്ചിമാരെല്ലാം ഇതിൻ്റെ ഇടയിൽ നിന്ന്, ചേച്ചിയല്ല ചേട്ടനും ചേച്ചിമാരിൽ ഇരുന്ന് എന്തെല്ലോ കളിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം. ഇന്ത്യയുടെ പതാകേൻ്റെ ഉള്ളിൽ ഗണപതിക്ക് എന്ന കാര്യം എനിക്കറിയില്ല. ഇങ്ങനെല്ലാം ചെയ്യാൻ തോന്നുന്ന ആ മനസ്സ്, നമ്മളിവിടെ തുപ്പറ് പ്ലാസ്റ്റിക് ഇടറ് എന്നെല്ലാം ചിന്തിച്ചാൽ നമ്മളെ ഇന്ത്യ എപ്പോഴേ ഭംഗിയായിട്ടുണ്ടാവും എന്ന് എനിക്ക് അന്നേരം ഒന്ന് തോന്നി. പിന്നെ നല്ല വിശപ്പുള്ളതുകൊണ്ട് ഒരു ഹോട്ടലിൽ കയറി. തലശ്ശേരി ഹോട്ടലിൽ നിന്ന് പറഞ്ഞാൽ കയറിയത്. തലശ്ശേരി ബിരിയാണി എന്ന് പറഞ്ഞിട്ട് തലശ്ശേരിക്കാരായി നമ്മൾ മറ്റേതോ ബിരിയാണി കഴിച്ചിട്ട് റൂമിലോട്ടേക്കും തിരിച്ചും പോയി.